കത്തുപാട്ടിലൂടെ നാട്ടിലെ റോഡിന്റെ ശോചനീയാവസ്ഥ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനൊരുങ്ങി ചെർപ്പുളശ്ശേരി സ്വദേശി. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് ചെർപ്പുളശ്ശേരിക്കാരൻ ഇബ്രാഹിം മേനകം കത്തുപാട്ടിലൂടെ പരാതി നൽകുന്നത്. മുൻ ജനപ്രതിനിധി കൂടിയായ ഇബ്രാഹിമിന്റെ വേറിട്ട പ്രതിഷേധം സാമൂഹ്യമാധ്യമങ്ങളിലും വൈറലാണ്. ഈ പാട്ട് തയ്യാറാക്കിയ ഇബ്രാഹിം മേനകത്തെയോ അതല്ലെങ്കിൽ കോതകൃഷിക്കാരെയോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രയും തകർന്നു കിടക്കുകയാണ് ഒറ്റപ്പാലത്ത് നിന്ന് ചെർപ്പുളശ്ശേരിയിലേക്ക് പോകുന്ന ഈ പ്രധാന പാത. പ്രത്യേകിച്ചും കോതകൃഷി മുതൽ കിഴൂർ റോഡ് വരെയാണ് ഈ റോഡ് ഇത്രയും തകർന്നു കിടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഈ പാട്ട് തയ്യാറാക്കിയിട്ടുള്ള ഇബ്രാഹിം മേനകും അതുപോലെ തന്നെ കോതകൃഷിക്കാരുമാണ് നമുക്കൊപ്പം ചേരുന്നത്. വല്ലാത്തൊരവസ്ഥയാണല്ലോ, സഹിക്കാൻ കഴിയാത്തൊരു അവസ്ഥ തന്നെയാണ്. സമയബന്ധിതമായിട്ട് ഇതിൻ്റെ ഒരു അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാത്തതാണ് ഇങ്ങനൊരു ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരാതികൾ പറഞ്ഞിട്ട് നടപ്പിലാവാത്തത് കൊണ്ടാണ് ഈ കത്തുപാട്ടിലെ ഒരു പ്രതിഷേധം അറിയിക്കാൻ. പരാതികൾ ഇവിടുത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരൊക്കെ നിരവധി തവണ ഉന്നയിച്ചിട്ടുണ്ട്. താലൂക്ക് വികസന സമിതിയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും ഒരു സമയബന്ധിതമായിട്ട് അത് നടപ്പിലായില്ല എന്നുള്ളതാണ്. ദിനേന ഈ റോഡ് ഉപയോഗിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ വല്ലാത്തൊരു പ്രയാസം അനുഭവിക്കുമ്പോഴാണ് ഇങ്ങനൊരു ആശയം മനസ്സിൽ തോന്നി അങ്ങനെ എഴുതിയത്. യാത്രക്കാരും ഭയങ്കര ഭയമാണ്. കാരണം ആക്സിഡൻറ്റ്, അതേപോലെ തന്നെ ഇതാണെങ്കിൽ ജനങ്ങനടി പഞ്ചായത്തിലെ മെയിൻ സിറ്റിയാണ്. ഈ സിറ്റിയിൽ നിന്ന് വാണിയംകുളം ഷൊർണൂർ റോഡിൽ പോകുമ്പോൾ ജനത്തിരക്കേറിയ സ്ഥലമാണ്. ഇത് എപ്പോഴും ഞങ്ങൾ ഭയത്തോടു കൂടെയാണ് പരാതി പറയാറുണ്ടോ? കാണുന്നത്. പരാതി എല്ലാവരോടും പറയാനുണ്ട്, ഫലം കാണുന്നില്ല. ഇവിടെ അപകടങ്ങൾ എപ്പോഴും ഉള്ളതാ തുടർക്കഥ സ്ഥിരമാണ്. കാരണം ഇവിടെ മാത്രമല്ല, ഇവിടെ പഞ്ചായത്തിൻ്റെ അവിടെയും ഭയങ്കര അപകടങ്ങളാണ്. ഇപ്പോൾ അടുത്ത് തന്നെ ഇപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് രാത്രി എൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു സ്ത്രീ വീണിട്ട് ഭയങ്കര വലിയ അപകടത്തിന് രക്ഷപ്പെട്ടത്. കാരണം വലിയ വലിയ കുളങ്ങളാണ്. എത്ര നമ്മൾ എങ്ങനെ കട്ട് ചെയ്ത് പോയാലും അതിൽ പോയിട്ട് ചാടുള്ളൂ. നിങ്ങളിവിടെ വാഹനം ഓടിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്കറിയാം ഈ കുഴി കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപദ്രവം എന്താണെന്ന്? ഞാൻ ഇവിടെ ഓടാൻ തുടങ്ങിയിട്ട് 31 വർഷമായി. ഇത്ര വലിയ കുഴികൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അടുത്ത് ആ വാണിയംകുളം റോഡുമിൽ ഇവിടുന്ന് ഒരു 50 മീറ്റർ അയാൾ ആ കുഴിയിൽ പെട്ട് ബസ് തട്ടി അയാളിപ്പോൾ കയ്യും കാലും ഒടിഞ്ഞ് ഇപ്പോൾ ആസ്പത്രിയിൽ കിടക്കുകയാണ്. ചെർപ്പുളശ്ശേരി എത്തുന്നവരെ അങ്ങനെ പല ഭാഗങ്ങളും പല ഭാഗത്തും ഈ അതേ അവസ്ഥയാണ്. ഭയങ്കര ദുരിതപൂർവമായ ഒരു യാത്രയാണ് ചെർപ്പുളശ്ശേരി വരെ നമുക്ക് ഇതാവും കഴിയുന്നത്. പാട്ട് പാടി ഫേസ്ബുക്കിലൊക്കെ അത് വലിയ രീതിയിൽ ഇപ്പോൾ ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഉണ്ടായോ? പ്രതികരണം നിലവിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ഞങ്ങൾ ഈ ഒരു ദുരവസ്ഥ മനസ്സിലാക്കി ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതൊന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഈ കുഴികളടച്ച് ഒരു സഞ്ചാരയോഗ്യമായൊരു പാത ഒരുക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എത്രയും ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രി വായിക്കുവാൻ എഴുതുന്നു. ഏറിയ നാളായി ഞങ്ങൾ തുടരും ദുരിതം പറഞ്ഞിടുന്നു. ഈ റോഡ് ഒറ്റപ്പാലത്ത് നിന്ന് ചെർപ്പുളശ്ശേരി വരെയുള്ള റോഡ് മുഴുവൻ തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. പ്രത്യേകിച്ചും കോതകൃഷി ഭാഗത്തെല്ലാം നാട്ടുകാർ പറയുന്നത് ഇതൊരു വാരിക്കുഴിയായി മാറിയിരിക്കുന്നു എന്നാണ്. ഈ വാരിക്കുഴികളിൽപ്പെട്ട് ഇനി ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് ഈ റോഡിൻ്റെ ഈ ഒരു ദുരവസ്ഥ മാറ്റണമെന്നാണ് ഈ പാട്ട് തയ്യാറാക്കിയിട്ടുള്ള ഇബ്രാഹിം മേനകത്തിന് അതുപോലെ തന്നെ നാട്ടുകാരുടെയും ആവശ്യം. പാലക്കാട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർഖൻ. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്നാൽ പിന്നെ പാടിയേക്കാം എന്ന് വെച്ചാണ് ഇബ്രാഹിം അങ്ങനെ ഒരു പാട്ടുമായി എത്തിയത്. ആ പാട്ടെങ്കിലും കേട്ട് മന്ത്രി ഇടപെടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകണം.